വൈകുന്നേരം പതിയെ ഇരുട്ടിലേക്ക് വഴുതി തുടങ്ങിയിരുന്നു. ആദിത്യന് അനനെ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൾക്ക് മാറാനുള്ള വസ്ത്രങ്ങളും എടുത്തു കൊടുത്തതിന് ശേഷം താഴെ നിന്ന് അമ്മയുടെ വിളി കേട്ടതോടെ അവൾ വേഗത്തിൽ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അനന്യ, മോളെ, വേഗം താഴേക്ക് വാ, പൂജ തുടങ്ങാൻ സമയമായി. അമ്മയുടെ ശബ്ദം കേട്ടതും വരുന്ന അമ്മേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അനന്യ പടികളിറങ്ങി. ആ വൈകുന്നേരം ആ വീട്ടിലും ചുറ്റുപാടുകൾക്കും തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. നാട്ടിലെ പ്രധാന ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന വിളക്ക് എഴുന്നള്ളിപ്പായിരുന്നു അന്ന്. വർഷങ്ങളായി ആ നാട്ടുകാർ ഒന്നിച്ചുകൂടി ആഘോഷിക്കുന്ന വലിയൊരു ഉത്സവം. ക്ഷേത്രത്തിലേക്കുള്ള വഴിയൊക്കെയും തോരണങ്ങളും മാവിലകളും പൂക്കളും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അകലെ എവിടെയോ നിന്ന് ചെണ്ടയുടെ താളം കേൾക്കുന്നുണ്ട്. പൂജക്കായി വീട്ടുമുറ്റത്ത് നിലവിളക്കുകൾ നിരത്തി വെച്ചിരിക്കുന്നു. മുറ്റത്തിൻ്റെ നടുവിൽ മനോഹരമായ കോലം വരച്ചിരിക്കുന്നു. അതിനു ചുറ്റും മഞ്ഞളും കുങ്കുമവും പൂക്കളും ചന്ദനവും ഒരുക്കിയിരുന്നു. വീട്ടിലെ സ്ത്രീകൾ ഓരോരുത്തരും വിളക്കെടുക്കാനുള്ള ഒരുക്കത്തിലുമായി. അനന്യ താഴേക്കെത്തിയപ്പോൾ അമ്മ അവളെ ഒന്ന് നോക്കി. മോളെ, നീ സാരിയൊക്കെ ഉടുത്തു വന്നോ? നിനക്കിതൊക്കെ അറിയോ? അനന്യ അത് കേട്ടതും ഒന്ന് പുഞ്ചിരിച്ചു. അമ്മ തന്നെയല്ലേ എന്നോടിത് ഉടുക്കാൻ പറഞ്ഞേ? അതെ, പക്ഷേ ഇത്രയും സുന്ദരിയായി കാണുമെന്ന് ഞാൻ കരുതിയതേയില്ല. അമ്മയുടെ വാക്കുകൾ കേട്ട് അനന്യ നാണത്തോടെ മുഖം താഴ്ത്തി. അവൾ ധരിച്ചിരുന്ന നീല നിറത്തുള്ള സാരിയുടെ അരികിലൂടെ സ്വർണ്ണ നിറത്തുള്ള ചെറിയ കരയുണ്ട്. തലമുടി ഭംഗിയായി ചീകി പിന്നിലേക്ക് കെട്ടിയിരുന്നു. അതിൽ നിറയെ മുല്ലപ്പൂക്കളും ചൂടിയിരുന്നു. അവൾക്ക് ചുറ്റുമുള്ള തിരക്കൊന്നും ശ്രദ്ധിക്കാതെ കുറച്ചകലെ നിന്നിരുന്ന ആദിത്യൻ്റെ കണ്ണുകൾ മാത്രം അവളിൽ പതിഞ്ഞു. അവൻ്റെ മുഖത്ത് അറിയാതൊരു പുഞ്ചിരി വിടർന്നു. എൻ്റെ പെണ്ണ്, അവൻ മനസ്സിൽ പറഞ്ഞു. പ്രായം കുറവാണെങ്കിലും കുസൃതിക്കൊരു കുറവുമില്ല. പക്ഷേ സാരി എടുത്തു നിൽക്കുമ്പോൾ വലിയൊരു പെണ്ണായി. അവൻ്റെ നോട്ടം അവളുടെ മുഖത്തേക്ക് തന്നെ പതിഞ്ഞു. എത്ര മനോഹരിയാണിവൾ! അവൻ അറിയാതെ തന്നെ അവളെ ആസ്വദിച്ചു കൊണ്ടേയിരുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടത്. ഏട്ടാ! ആദിത്യൻ തിരിഞ്ഞു നോക്കി. വിഹാനായിരുന്നത്. എന്താടാ, മനുഷ്യനെ പേടിപ്പിക്കാൻ? നമ്മൾക്കും അമ്പലത്തിലേക്ക് പോകാമോ? വിഹാൻ്റെ ചോദ്യം കേട്ട് ആദിത്യനൊന്ന് ചിരിച്ച്. പോകാം, പക്ഷേ ആദ്യം അമ്മയോട് ചോദിക്കുന്നേ. അപ്പോഴേക്കും വീട്ടിലെ മുതിർന്നവർ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. പൂജാരി വിളക്ക് തെളിയിച്ചു. മന്ത്രങ്ങളുടെ ശബ്ദം പതിയെ ഉണർന്നു. അനന്യ മറ്റു സ്ത്രീകളും വിളക്കുകൾ കയ്യിലെടുത്ത് പൂജയ്ക്ക് മുന്നിൽ നിന്നു. അഗ്നിയെ വെളിച്ചം അവളുടെ മുഖത്ത് പതിച്ചപ്പോൾ ആദിത്യൻ്റെ കണ്ണുകൾ വീണ്ടും വിടർന്ന് അവളിലേക്കെത്തി. പൂജ കഴിഞ്ഞതോടെ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള സമയവുമായി. എല്ലാവരും തയ്യാറാണോ? വീട്ടിലെ ഒരു മുതിർന്ന ആൾ ചോദിച്ചു. തയ്യാറായി, പലരും ഒരുമിച്ച് മറുപടി പറഞ്ഞു. അനന്യ തൻ്റെ കയ്യിലെ ദീപത്താലം സൂക്ഷിച്ചു പിടിച്ചു. ദിയും മറ്റു ബന്ധുക്കളായ സ്ത്രീകളും അവളുടെ ചുറ്റും നിന്നു. അപ്പോഴേക്കും പുറത്തുനിന്ന് ചെണ്ടമേളം കൂടുതൽ ശക്തമായി കേൾക്കാൻ തുടങ്ങി. താളത്തിനൊത്ത് നാട്ടിലെ ആളുകൾ ഓരോരുത്തരും വീട്ടിൽ നിന്ന് എത്തിത്തുടങ്ങി. ഓരോ വീട്ടിൽ നിന്നുമുള്ള സ്ത്രീകളും വിളക്കുമായി ക്ഷേത്രത്തിലേക്ക് കൂട്ടിപ്പോകുന്നത് പതിവായിരുന്നു. അവരുടെ വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ വീണ്ടും ചെറിയൊരു പൂജ നടത്തി. ശേഷം എല്ലാവരും വിളക്കുമായി പുറത്തേക്കിറങ്ങി. നൂറുകണക്കിന് ചെറിയ ദീപങ്ങളുടെ വെളിച്ചം ആ രാത്രി തന്നെ മാറ്റിമറിച്ചു. അനന്യ ആ കൂട്ടത്തിനിടയിലും നടന്നു. നീലസാരിയും തലനിറയെ മുല്ലപ്പൂവും കയ്യിലെ ദീപത്താലത്തിൻ്റെ വെളിച്ചവും ചേർന്നപ്പോൾ അവൾക്ക് ചുറ്റും ഒരു പ്രത്യേക പ്രകാശം പോലെ തോന്നി. അവളെ തന്നെ നോക്കി ആദിത്യൻ പതുക്കെ അവരുടെ കൂട്ടത്തിൽ നടന്നു. അവൻ്റെ മനസ്സ് അപ്പോഴും അവളുടെ തന്നെയായിരുന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അനന്യ പിന്നിലേക്കൊന്ന് നോക്കി. ആദിത്യൻ്റെ കണ്ണുകൾ തൻ്റെ മേലെന്ന് കണ്ടതും അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു. ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരിയും വിരിഞ്ഞുപോയി. ആ ചെറിയ പുഞ്ചിരി പോലും ആദിത്യൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. ക്ഷേത്രത്തിലെത്തിയതോടെ അന്തരീക്ഷം കൂടുതൽ ഭക്തരഹിതമായി. പൂജകൾക്ക് ശേഷം ക്ഷേത്രമുറ്റത്ത് ഉത്സവത്തിൻ്റെ മറ്റൊരു ചടങ്ങുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. സ്ത്രീകൾ ഒരു വശത്ത് കൂട്ടം കൂടി. മുതിർന്ന സ്ത്രീകൾ മുളപ്പാറ ഒരുക്കി. കുമ്മിയെടുക്കാനുള്ള സ്ത്രീകൾ പതിയെ വട്ടത്തിൽ നിന്ന്. പഴയ തമിഴ്നാടൻ കുമ്മിപ്പാട്ടിൻ്റെ ഗണത്തിൽ ഒരു മുതിർന്ന സ്ത്രീ പാട്ട് പാടാൻ തുടങ്ങി. അവളുടെ ശബ്ദം ക്ഷേത്രമുറ്റം മുഴുവൻ നിറഞ്ഞു നിന്നു. അതിനൊപ്പമെത്തി മറ്റു സ്ത്രീകൾ പാട്ടുചേർത്തു. കൈകൾ കൊട്ടി കൂട്ടിയടിച്ചുകൊണ്ട് അവർ വട്ടത്തിൽ ചുവടുവെച്ചു. കാവേരിയും അവർക്കൊപ്പം കുമ്മിയടിക്കാൻ തുടങ്ങി. അവളെ നോക്കി കുറച്ചകലെയിരുന്ന ആദിത്യൻ്റെ മുഖത്ത് അഭിമാനവും സന്തോഷവും നിറഞ്ഞു. ഭർത്താവ് തൊട്ടടുത്തുന്ന കാര്യം പോലും മറന്നതുപോലെ. ബാല്യകാലം മുതൽ പരിചയമുള്ള കൂട്ടുകാരിയോടൊപ്പം അവൾ ആ നിമിഷം പൂർണ്ണമായി ആസ്വദിക്കുകയായിരുന്നു. ആദിത്യൻ ഫോണെടുത്ത് അവളുടെ വീഡിയോ പകർത്താൻ തുടങ്ങി. അവൾ ചിരിക്കുന്നതും കൂട്ടുകാരിയോടൊപ്പം കളിയായി സംസാരിക്കുന്നതുമെല്ലാം അവൻ പകർത്തിക്കൊണ്ടേയിരുന്നു. ഇവൾക്കെന്നെ ഓർക്കാൻ പോലും സമയമില്ലല്ലോ. അവൻ മനസ്സിൽ ചിരിച്ചു. എങ്കിലും ആ നിമിഷം അവൻ സന്തോഷമായിരുന്നു. കാരണം ഏറെ നിമിഷത്തിന് ശേഷം തൻ്റെ ഭാര്യ ഇത്ര സന്തോഷത്തോടെ കാണുകയാണ് അവൻ.
കുമ്മിയുടെയെല്ലാം അവസാനിച്ചപ്പോൾ എല്ലാവരും ക്ഷേത്ര മണ്ഡപത്തിനുള്ളിലേക്ക് മാറിയിരുന്നു. സ്ത്രീകൾ കൂട്ടം കൂടിയിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അനന്യയും കൂട്ടുകാരികളോടൊപ്പം ഇരുന്നു. ആദിത്യൻ പലതവണ അവളുടെ അടുത്തേക്ക് പോകാൻ ശ്രമിച്ചു. പക്ഷേ ഓരോ തവണയും ആരെങ്കിലും അവളോട് സംസാരിക്കാനായി വരും. അവൾ അവരോടൊപ്പം സംസാരിച്ചു കൊണ്ടേയിരിക്കും. ആദിത്യൻ ക്ഷമ പതിയെ നഷ്ടപ്പെടാൻ തുടങ്ങി. ഒന്നെൻ്റെ അടുത്തേക്ക് വന്നാലെന്താവക്ക്? അവൻ മനസ്സിൽ പിറുപിറുത്തു. അവസാനം എല്ലാവരും വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങി. അനന്യ വീണ്ടും കൂട്ടുകാരികളോടൊപ്പം മുന്നോട്ട് നടന്നു. ആദിത്യൻ അവളുടെ പിന്നാലെ നടന്നു. എന്നാൽ വീട്ടിലെത്തിയിട്ടും അവൾക്ക് അവനോട് സംസാരിക്കാൻ സമയമുണ്ടായതേയില്ല. വീട്ടിലെല്ലാവരും ഭക്ഷണം കഴിച്ചു. ഒരാൾക്ക് പിന്നാലെ ഒരാൾ വീതം മുറിയിലേക്ക് പോയി. അവസാനം വീട്ടിലെ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ആദിത്യൻ തൻ്റെ മുറിയിലിരുന്നു. അവൻ്റെ മനസ്സിൽ ഒരേയൊരു ചിന്ത മാത്രം, ഇന്നെങ്കിലും അനന്യയോടൊന്ന് സംസാരിക്കണം. ഇത്രയും ദിവസമായി അവൾ തൻ്റെ മനസ്സിൽ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല. അതാണ് അവൾ ഇങ്ങനെയെല്ലാം അകലം പാലിക്കുന്നത്. അതോ ഇന്നലെ പറഞ്ഞതിനോ? ഒരിക്കലെങ്കിലും അവളുടെ ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം, അവളെ മനസ്സിലാക്കണം, തന്നെയും അവൾ മനസ്സിലാക്കണം. ആ ചിന്തകളുമായി അവൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വാതിൽ തുറന്ന് വിഹാൻ അകത്തേക്ക് വന്നത്. ഹായ് ഏട്ടാ, ഇനിയും ഉറങ്ങിയില്ലേ? ആദിത്യൻ പെട്ടെന്ന് അവനെ നോക്കി. എടാ, നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? നീ ദിയയുടെ അടുത്തല്ലേ കിടക്കുന്നേ? വിഹാൻ ഒന്നും മനസ്സിലാക്കാത്തതുപോലെ അവനെ നോക്കി. എന്താ ഏട്ടാ, നീ വേറെ മുറിയിൽ പോയി കിടക്ക്, ഇവിടെ എന്തിനാ വരുന്നത്? അത് കേട്ട് അവൻ ചിരിച്ചു. ഏട്ടൻ ആരെയോ കാത്തിരിക്കുകയല്ലേ? ആദിത്യൻ അവനെ രൂക്ഷമായി നോക്കി. വായടക്കടാ നീ. ശരി ശരി, വിഹാൻ കൈകൾ ഉയർത്തി. പക്ഷേ ഏട്ടാ, അനന്യ ഉറങ്ങിയിട്ട് കുറേ നേരമായി. ആദിത്യനത് കേട്ടതും ഒന്ന് ഞെട്ടി. എന്ത്? അതെ, എല്ലാവരും കിടന്നിട്ട് കുറേ നേരമായി. അനന്യ ഇറങ്ങിയോ? അതെ. ആദിത്യന് മുഖത്തെ പ്രതീക്ഷ പതിയെ മങ്ങി. അവളിവിടെ വരില്ലേ? വിഹാൻ തല ചൊറിഞ്ഞു. അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. എന്ത്? വിഹാൻ ഒരു നിമിഷം മടിച്ചു നിന്നു. ഇന്ന് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പ്രധാന പൂജയല്ലേ, അതുകൊണ്ട് ഭർത്താവും ഭാര്യയും ഒരേ മുറിയിൽ കിടക്കാൻ പാടില്ല എന്ന ആചാരമുണ്ടത്രേ. ആദിത്യൻ ഒന്നും മിണ്ടിയില്ല. അവൻ്റെ കണ്ണുകൾ പതിയെ വലുതായി. എന്ത്? വിഹാൻ പതുക്കെ പറഞ്ഞു. അതാ ഏട്ടാ, അതാണ്. ആദിത്യൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ്. അവൻ്റെ മുഖത്ത് അവിശ്വാസവും നിരാശയും ഒരുമിച്ച് നിറഞ്ഞു. ആദിത്യൻ കുറച്ചു നേരം വിഹാനെ നോക്കി നിന്നു. അതുകൊണ്ടാണോ ഇന്ന് നമ്മൾ വേറെ വേറെ കിടക്കേണ്ടത്? അവൻ്റെ ശബ്ദത്തിൽ നിരാശ വ്യക്തമായിരുന്നു. അതേട്ടാ, ഉത്സവം കഴിയുന്നത് വരെ അങ്ങനെയാണത്രേ, ഇവിടുത്തെ പഴയ ആചാരമാണെന്നും അമ്മയും ദിയും പറഞ്ഞു. വിഹാൻ പറഞ്ഞുകൊണ്ട് താഴെ വിരിച്ചിരുന്ന് പായയിലേക്ക് കിടക്കാൻ തുടങ്ങി. എടാ, നീ താഴെ കിടക്കുന്നത് എന്തിനാ? ആദിത്യൻ ചോദിച്ചു. ഏട്ടന് ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയിട്ടാ. അതൊന്നും വേണ്ട, നീ കട്ടിലിൽ തന്നെ കിടന്നു. വിഹാൻ ആദ്യം മടിച്ചെങ്കിലും പിന്നീട് കട്ടിലിൻ്റെ ഒരിടത്ത് കയറി കിടന്നു. ആദിത്യന് മറുവശത്തേക്ക് തിരിഞ്ഞു കിടന്നു. പക്ഷേ ആ രാത്രി അവൻ്റെ കണ്ണുകൾ ഉറക്കം വന്നതേയില്ല. മനസ്സിൽ മുഴുവൻ അനന്യയാണ്. അവളോടുള്ള സ്നേഹത്തിലേക്ക് പതിയെ കോപം കയറി വന്നു. എന്താണ് ഇവളുടെ മനസ്സിൽ? ഞാൻ അവളുടെ ഭർത്താവെന്ന കാര്യം പോലും ഇവൾ മറന്നു പോകുന്നതാണ് പെരുമാറുന്നത്. ഒരുപാട് നേരം അവളെ കാത്തിരുന്നു. ഒന്ന് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. അവൻ പലതവണ കണ്ണടച്ച് കിടക്കാൻ ശ്രമിച്ചു. പക്ഷെ ഓരോ തവണ ക്ഷേത്രമുദ്രത്ത് കൂട്ടുകാരോടുകളൊപ്പം ചിരിച്ചു കൊണ്ടിരിക്കുന്ന അനന്യയുടെ മുഖമാണ് അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത്. അവസാനം എപ്പോഴോ അവൻ ഉറങ്ങിയും പോയി. പിറ്റേന്ന് രാവിലെ ക്ഷേത്രത്തിൽ പോകാനുള്ള ഒരുക്കങ്ങളുടെ തിരക്കിലായിരുന്നു ആ വീട് മുഴുവൻ. അടുക്കളയിൽ നിന്ന് പാത്രങ്ങളുടെ ശബ്ദം, മുറ്റത്ത് സ്ത്രീകൾ സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. പൂജയ്ക്കും മറ്റ് ഉത്സവ ചടങ്ങുകൾക്കുമായി എല്ലാവരും നേരത്തെ തന്നെ എഴുന്നേറ്റിരുന്നു. എന്നാൽ ആദിത്യനും വിഹാനും മാത്രം നല്ല ഉറക്കത്തിലായിരുന്നു ആ സമയം. ഇവരൊക്കെ എങ്ങനെ എഴുന്നേൽപ്പിക്കും? ഒരു മുതിർന്ന സ്ത്രീ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞങ്ങൾ പോയി വിളിച്ചുണർത്താം, അനന്യ അവളുടെ കൂടെയുണ്ടായെന്ന് ദിയും പറഞ്ഞു. അവർ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയത് മുത്തശ്ശി തടഞ്ഞു. അനന്യെ, നിങ്ങൾ രണ്ടുപേരും പോയി ക്ഷേത്രത്തിലേക്കുള്ള പൂജ സാധനങ്ങളൊക്കെ ഒരുക്കാൻ നോക്ക്. അവരെ ഞാൻ വിളിച്ചുണർത്തിയേക്കാം. ശരി മുത്തശ്ശി. അനന്യ തലയാട്ടി. അവളൊന്ന് മുകളിലേക്ക് നോക്കി. ആദിത്യൻ കിടക്കുന്ന മുറിയിലേക്കായിരുന്നു അവളുടെ നോട്ടം മുഴുവൻ. ഒരു നിമിഷം എന്തോ ആലോചിച്ചെങ്കിലും അവൾ ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നു. അവൾ പതിയെ പിന്നാലെ. മുത്തശ്ശി റൂമിലേക്ക് കയറി. മക്കളെ, എഴുന്നേൽക്ക്, പൂജക്ക് പോവാനൊക്കെ തയ്യാറെടുക്കേണ്ടേ? ആദിത്യൻ പതിയെ കണ്ണു തുറന്നു ഉറക്കച്ചവടോടെ ചുറ്റും നോക്കി. അനന്യയെ കാണാമെന്ന ചെറിയൊരു പ്രതീക്ഷ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. ആ പ്രതീക്ഷ അണഞ്ഞതോടെ അവൻ്റെ മുഖത്ത് വീണ്ടും നിരാശ നിറഞ്ഞു. മക്കളെ, രണ്ടുപേരും വേഗം കുളിച്ച് തയ്യാറായി വരും. ക്ഷേത്രത്തിൽ പ്രധാന പൂജ കൊണ്ട് എല്ലാവരും നേരത്തെ എത്തണം. ശരി മുത്തശ്ശി. ആദിത്യൻ പതുക്കെ എഴുന്നേറ്റു.
വിഹാനും കിടക്കിൽ നിന്ന് ചാടിയിറങ്ങി. മുത്തശ്ശി പുറത്തേക്ക് പോയതോടെ ആദിത്യനൊരു നിമിഷം വാതിലേക്ക് നോക്കി നിന്നു. അനന്യൊന്ന് വന്നിരുന്നെങ്കിൽ. അവൻ്റെ മനസ്സ് വെറുതെ ആഗ്രഹിച്ചു. പക്ഷെ ആ ആഗ്രഹം അവിടെ തന്നെ അവസാനിച്ചു. കുറച്ചു സമയത്തിനകം എല്ലാവരും കുളിച്ച് തയ്യാറായി താഴേക്ക് വന്നു. അനന്യ രാവിലെ മുതലേ തിരക്കിലായിരുന്നു. പൂജക്കുള്ള പൂക്കൾ ഒരുക്കുന്നു, നിലവിളക്കുകൾ വൃത്തിയാക്കുന്നു, വീട്ടിലെ മുതിർന്നവർക്ക് വേണ്ട സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നു. കൂട്ടുകാരികളോടൊപ്പം എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ടവൾ. ആദിത്യൻ അവളെ തന്നെ നോക്കി നിന്നു. അവൾക്ക് തൊട്ടടുത്തായി നിന്നിട്ടും അവൻ അവളുടെ ശ്രദ്ധയിലേ പെട്ടില്ല. ഇവൾക്ക് ശരിക്കും ഞാൻ ഇവിടെ ഉണ്ടെന്ന കാര്യം പോലും ഓർമ്മയില്ലേ? അവൻ്റെ ഉള്ളിൽ വീണ്ടും വേദന നിറഞ്ഞു. അവളൊന്നു തന്നെ നോക്കുമെന്ന് കരുതി അവൻ പലതവണ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. പക്ഷേ അനന്യയുടെ ശ്രദ്ധ മറ്റെവിടെയോ ആയിരുന്നു. ആദി, വിഹാൻ, വാ, ഭക്ഷണം കഴിക്കേണ്ടേ? അനന്യയുടെ അമ്മയുടെ ശബ്ദം കേട്ടാണ് ആദിത്യൻ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. അവനൊന്ന് അനന്യയെ നോക്കി. ഇവൾ വിളമ്പാനെങ്കിലും വരുമായിരിക്കും. അവൻ്റെ മനസ്സ് ചെറിയൊരു പ്രതീക്ഷ. പക്ഷേ അനന്യ ഇതിനോടകം കൂട്ടുകാരികളോടൊപ്പം മുറ്റത്തിൻ്റെ മറുവശത്തേക്ക് പോയിരുന്നു. ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പൂജാ സാമഗ്രികൾ ക്രമപ്പെടുത്തുകയായിരുന്നു അവൾ. ആദിത്യൻ്റെ മുഖമുങ്ങി. എന്നെ വിളിച്ച് ഭക്ഷണം കഴിക്കാൻ പോലും പറയാൻ ഇവൾക്ക് സമയമില്ല. എന്തിനാണാവോ ഇവൾ എന്നെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? അവനൊന്നും പറയാതെ ഇരുന്നു. അനന്യയുടെ അമ്മ തന്നെ അവന് ഭക്ഷണം വിളമ്പി. വിഹാനും ആദിത്യനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കുമ്പോഴും ആദിത്യൻ്റെ കണ്ണു ഇടയ്ക്കിടയ്ക്ക് അവൾ തേടുകയാണ്. അവൾ കൂട്ടുകാരികളോടൊപ്പം തിരക്കിലാണ്. ഒരിക്കൽ പോലും അവൻ്റെ അടുത്തേക്ക് അവൾ വന്നതേയില്ല. ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ആ ദിവസം ക്ഷേത്രത്തിലെ വലിയ ഉത്സവമാണ്. ക്ഷേത്രമുറ്റം മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞു നിന്നു. ചെണ്ടമേളം, നാദസ്വരം, പൂക്കളും തോരണങ്ങളും, വിവിധ നിറത്തിലുള്ള വിളക്കുകൾ, കുട്ടികളുടെ ചിരിയും ആളുകളുടെ തിരക്കും എല്ലാം ചേർന്ന് ആ ഗ്രാമം തന്നെ ഒരു ആഘോഷപൂരിതമായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ദീപങ്ങളും പൂജാ സാധനങ്ങളും ക്ഷേത്രത്തിലേക്ക് പ്രത്യേക സ്ഥലത്ത് സമർപ്പിച്ചു. പൂജകൾ കഴിഞ്ഞ ശേഷം സ്ത്രീകൾ വീണ്ടും കൂട്ടം കൂടി. അനന്യയും അവരോടൊപ്പം ചേർന്നു. ആദിത്യനും വിഹാനും ക്ഷേത്രമണ്ഡപത്തിൻ്റെ ഒരു വശത്തേക്കിരുന്നു. അനന്യ ഇടയ്ക്കിടെ കൂട്ടുകാരോട് സംസാരിച്ചും ചിരിച്ചും നിന്നു. ആദിത്യൻ്റെ കണ്ണുകൾ അവളിൽ തന്നെയാണ്. വിഹാൻ അത് ശ്രദ്ധിച്ചു. ഏട്ടൻ എന്താ ഇവിടെ? എന്താടാ? അനു നോക്കിയിരിക്കാതെ ഒന്ന് ഇവിടേക്ക് നോക്ക്. ആദിത്യൻ അവനെ നോക്കി. നിനക്കെന്താ? ഒന്നുമില്ല. വിഹാൻ ചിരിച്ചു. ഏട്ടൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം. എന്ത്? അനു ഒന്ന് സംസാരിച്ചാൽ മതിയല്ലേ? ആദിത്യനൊന്നും പറഞ്ഞില്ല. പകരം മുഖം തിരിച്ചു നിന്നു.